നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. നാടെങ്ങും ഓണാഘോഷമൊരുക്കത്തിൽ കൃഷിഭവന്റെയും കുടുംബശ്രീയുടെയും മറ്റും ഓണച്ചന്തകൾ സജീവമായി. പട്ടാമ്പിയിൽ കുടുംബശ്രീയുടെ ഓണം വിപണനമേള തുടങ്ങി. നാടും നഗരവുമെല്ലാം ഓണാഘോഷത്തിമർപ്പിലേക്ക് നീങ്ങുകയാണ്. ഓണത്തെ വരവേൽക്കുവാനുള്ള വിപണികൾ എങ്ങും സജീവമായി. കൃഷി വകുപ്പിന്റെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിലുള്ള ഓണവിപണനമേളയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. പട്ടാമ്പി നഗരസഭയിലെ കുടുംബശ്രീ യൂണിറ്റുകളുടെ നേതൃത്വത്തിലുള്ള ഓണം വിപണനമേള മേലെ പട്ടാമ്പിയിലാണ് ആരംഭിച്ചിരിക്കുന്നത്. 3 ദിവസങ്ങളായാണ് ഇവിടെ ഓണം വിപണനമേള ഒരുക്കിയിരിക്കുന്നത്. നഗരസഭ വൈസ് ചെയർമാൻ ടി.പി. ഷാജി മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി നഗരസഭയിലെ വിവിധ കുടുംബശ്രീ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓണച്ചന്തയാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ്. ഒന്ന്, കുടുംബശ്രീ ഉൽപ്പന്നങ്ങളെ പരിചയപ്പെടുത്തുക, അതോടൊപ്പം അതിനെ പ്രോത്സാഹിപ്പിക്കുക. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ന്യായമായ വിലയിൽ നല്ല ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു സ്റ്റാൾ ഇന്നിവിടെ ആരംഭിച്ചിട്ടുള്ളത്. പൂക്കളടക്കം സ്വന്തമായി കൃഷി ചെയ്തുകൊണ്ടുള്ള പൂക്കളാണ്. മറ്റെല്ലാ ഉൽപ്പന്നങ്ങളും പട്ടാമ്പി നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിലുള്ള കുടുംബശ്രീ അംഗങ്ങളുടെ സ്വന്തമായി നിർമ്മിച്ചതാണ് മുഴുവൻ സാധനങ്ങൾ. ആയതുകൊണ്ട് തന്നെ നല്ല ഗുണനിലവാരം ഉറപ്പുവരുത്താൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. ഓണത്തോടനുബന്ധിച്ച് പൊതുവിപണിയിൽ വില ഉയരുമ്പോൾ സാധാരണക്കാർക്ക് മിതമായ നിരക്കിൽ ഭക്ഷ്യവസ്തുക്കളും മറ്റും ലഭ്യമാക്കുകയാണ് കുടുംബശ്രീ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ഓണം വിപണന മേളയിലൂടെ നടത്തുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ വാർഡ് കൗൺസിലർ സി സംഗീത അധ്യക്ഷയായിരുന്നു. കൗൺസിലർ റസിന, CDS ചെയർപേഴ്സൺ പി ഗീത, നൌഷദ്, സീമ, മറ്റു അംഗങ്ങളും സന്നിഹിതരായിരുന്നു. പട്ടാമ്പി നഗരസഭയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഓണാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പൊ ഇപ്പോ വലിയ കഷ്ടതകളൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടമായി മാറി അല്ലേ. നമുക്ക് 2-3 വർഷങ്ങൾക്ക് മുമ്പേ നമുക്കൊരു ഓണം ആഘോഷിക്കാൻ നമ്മൾ കൊതിച്ചു അല്ലെ. അങ്ങനെ ഒരു കാലഘട്ടമായില്ലേ കോവിഡ് കാലത്ത്. നമ്മൾ പരസ്പരം ഒരാളെ പോലും കാണാതെ നമ്മുടെ ഭൂഭാഗങ്ങളിൽ നിന്ന് ഒത്തുചേരാൻ സാധിക്കാത്ത രീതിയിലുള്ള കാലഘട്ടമായിരുന്നു. ഓണാഘോഷങ്ങളെല്ലാം തരുന്ന എല്ലാ ആഘോഷങ്ങളും കാലഘട്ടങ്ങളാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മൾ മുക്തി നേടി അല്ലെ. മുക്തി നേടി നല്ല രീതിയിൽ നമുക്ക് എല്ലാ ആഘോഷങ്ങളും നല്ല രീതിയിൽ ആഘോഷിക്കുന്നതിനും പങ്കുകൊള്ളുന്നതിനും ഒക്കെ ആയി ആ കാലഘട്ടത്തൊക്കെ നമ്മൾ മാറ്റിക്കൊണ്ടുവന്നു. നമുക്ക് ഈ ഓണാഘോഷം എല്ലാവരും സൂചിപ്പിച്ചു. ഭരണസമിതി നമ്മുടെ ഈ ഒരു ഓഫീസിന്റെ പ്രത്യേകത ഭരണസമിതിയുള്ളത് മുനിസിപ്പൽ അല്ലെങ്കിൽ പഞ്ചായത്ത് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ഭരണസമിതി എന്നത്. ആ ഭരണസമിതിയായി ഈ 5 വർഷം പൂർത്തീകരിച്ച് കാലഘട്ടത്തിലെ അവസാനത്തെ ഓണാഘോഷമാണ് ഇപ്പോൾ. വൈസ് ചെയർമാൻ ടി.പി. ഷാജി അധ്യക്ഷനായിരുന്നു. മറ്റു നഗരസഭാ കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പൂക്കളമൊരുക്കൽ, വിവിധ കലാമത്സരങ്ങൾ, ഓണസദ്യ എന്നിവയും ഉണ്ടായിരുന്നു. കാർഷിക കാർണിവലിന്റെ ഭാഗമായി തൃത്താല മണ്ഡലത്തിൽ നടന്ന വിളവെടുപ്പ് മഹോത്സവ ജാഥയുടെ സമാപന സമ്മേളനം പടിഞ്ഞാറങ്ങാടിയിൽ നടന്നു. എഴുത്തുകാരനും സിനിമാ താരവുമായ VK ശ്രീരാമൻ ഉദ്ഘാടനം ചെയ്തു. കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷർഫുദ്ദീൻ കളത്തിൽ ചടങ്ങിന് അധ്യക്ഷനായി. തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി. നാടക പ്രവർത്തകൻ ഹേമന്ത് കുമാർ മുഖ്യാതിഥിയായി. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ മാരിയത്ത് കിബിതിയ, നവകേരളം ജില്ലാ കോർഡിനേറ്റർ P. സെയ്തലവി, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ കപ്പൂർ പഞ്ചായത്തിലെ ചിറക്കുളം, അതുപോലെ പരുന്നൂരിലുള്ള കൊടിക്കുന്നിലുള്ള കുളം, ഇതെല്ലാം വലിയ കുളങ്ങളാണ്. അതിനു പുറമെ 900-ലധികം വീടുകളിൽ കിണർ റീചാർജിംഗ് നടത്തി. എല്ലാ അംഗൻവാടികളിലും പൊതുസ്ഥാപനങ്ങളിലും കിണർ റീചാർജിംഗ് നടത്തി. ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മഴയ്ക്ക് 5 കോടി ലിറ്റർ വെള്ളം നമുക്ക് സംഭരിക്കാൻ പറ്റും ഈ സൗകര്യങ്ങൾ കൊണ്ട്. കേരളത്തിൽ 100 ദിവസം മഴ കിട്ടുന്നതാണ് കണക്ക്. അപ്പോൾ ഒരു കൊല്ലം 500 കോടി ലിറ്റർ വെള്ളം അത് ഭൂമിക്കടിയിലേക്ക് കിനിഞ്ഞിറങ്ങും. 4 കൊല്ലം നമ്മൾ നിശബ്ദമായി നടത്തിയ പ്രവർത്തനത്തിന്റെ റിസൾട്ട് ഇപ്പോൾ കണ്ടു. 2020 വെള്ളിയങ്കലിലെ നിരീക്ഷണ കിണറിൽ 11 മീറ്ററായിരുന്നു ഭൂഗർഭ ജലവിധാനം എങ്കിൽ വല്ലപ്പുഴയിൽ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കർഷക ചന്ത ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൾ ലത്തീഫ്
ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിലാണ് കർഷക ചന്ത ആരംഭിച്ചിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കൃഷിഭവനും അപ്പോൾ എല്ലാവരും അടങ്ങുന്ന വിവിധ ചടങ്ങുകൾ നമ്മൾ എല്ലാ ഘട്ടത്തിലും ഉണ്ടാവാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ ചന്തകൾ, വ്യത്യസ്തമായ വിപണന കേന്ദ്രങ്ങൾ, വ്യത്യസ്തമായ തരത്തിലുള്ള കൃഷി രീതികളൊക്കെ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അവലംബിച്ച് പോരാറുണ്ട്. ഓണം എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു കേരളീയരുടെ ഒരു വലിയ ആഘോഷമായി, വലിയ ഒരു ആഹ്ലാദത്തിൻ്റെയൊക്കെ ഒരു ഭാഗമായി നമ്മുടെ ഒരു വറുതിയൊക്കെ മാഞ്ഞ് നമ്മുടെ വീടുകളിൽ പഴയ കാലത്ത് മുതലുള്ള ഒരു സംസ്കാരത്തിൻ്റെയൊക്കെ ഭാഗമായി നമ്മൾ ആഘോഷിക്കുന്നതാണ്. അതിൻ്റെ ഭാഗമായി നമ്മൾ മുൻ ചൊല്ലുകളൊക്കെ ഉണ്ട്. കാണം വിറ്റും ഓണം ഉണ്ണണം എന്നൊക്കെയുള്ള പഴയ ചൊല്ലുകൾ. നമ്മൾ എന്ത് തന്നെ പ്രയാസമാണെങ്കിലും നമ്മൾ എന്ത് വിറ്റാലും ഓണം ചെയ്യണം, നമ്മൾ നല്ല രീതിയിൽ ആഘോഷിക്കണം എന്നുള്ളതാണ്. അത് മലയാളിയുടെ ഒരു വലിയ ഒരു വികാരത്തിൻ്റെ ഭാഗം കൂടിയാണ് ഓണം എന്ന് പറയുന്നത്. ആ ഓണത്തിൻ്റെ ഭാഗമായി നമ്മുടെ ആകെ വല്ലപ്പുഴയിലെ ജനങ്ങൾക്കെല്ലാം വിഷരഹിതമായ പച്ചക്കറികളും അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങളും നല്ല വിഭവങ്ങളും ഉണ്ടാക്കാനുള്ള സാധന സാമഗ്രികൾ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ കർഷകരുടെയും നമുക്കിടയിലെ ജൈവ കർഷകരായിക്കോട്ടെ, നമ്മുടെ ഇടയിൽ വ്യത്യസ്തമായ ഏത് കൃഷി രീതി. പഞ്ചായത്ത് അംഗം രാധ അധ്യക്ഷയായിരുന്നു. ഭരണസമിതി അംഗങ്ങളായ ബിന്ദു സന്തോഷ്, ആഴ്ചചന്ത കമ്മിറ്റി അംഗം ദേവദാസ്, വിജയശങ്കരൻ, ഹസൈന, കാർഷിക വികസന സമിതി അംഗം ദാവൂദ്, കൃഷി ഓഫീസർ UV ദീപ, ദേവി, സൈനബ, ഹർഷ, സലീന, ധനലക്ഷ്മി, ബേബി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. UAE-യിൽ പ്രവാസലോകത്ത് പ്രവർത്തിക്കുന്ന UAE തളിക്കൂട്ടം എന്ന സംഘടന ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ കലാ സാംസ്കാരിക പരിപാടികളുടെ വിജയികൾക്കുള്ള സമ്മാനദാന വിതരണം തളി റോസ് ഗാർഡൻ ഇംഗ്ലീഷ് സ്കൂളിൽ നടത്തി. അബ്ദുൽ നാസർ വലിയ പീടികയിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത ഉദ്ഘാടനം ചെയ്തു. വിജയികൾക്കുള്ള സമ്മാനദാനം പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത, അബ്ദുൽ നാസർ, സൈദലവി, റാഷിദ, ഷംസുദ്ദീൻ തുടങ്ങിയവർ നിർവഹിച്ചു. സുകുമാരൻ മാസ്റ്റർ, അസീസ് മാസ്റ്റർ, KM ഷമീർ, ഉണ്ണിമോൻ നരിയംപുള്ളി തുടങ്ങിയവർ സംസാരിച്ചു. അമീർ അലി സ്വാഗതവും സന്തോഷ് നന്ദിയും പറഞ്ഞു. വരും വർഷങ്ങളിൽ വിപുലമായ രീതിയിൽ കലാ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് UAE തളിക്കൂട്ടം കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് ഷംസുദ്ദീൻ കളത്തിങ്കൽ, സെക്രട്ടറി മുഹമ്മദ് ഷെഫീഖ്, ട്രഷറർ ആഷിർ തോട്ടുമൂച്ചിക്കൽ, വർക്കിംഗ് സെക്രട്ടറി റിയാസ് വിരുട്ടാണം, വൈസ് പ്രസിഡന്റ് റഷീദ് തോട്ടുമൂച്ചിക്കൽ തുടങ്ങിയവർ അറിയിച്ചു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ 8 നോമ്പ് പെരുന്നാളിന് തുടക്കമായി. ഞായറാഴ്ച രാത്രി സന്ധ്യാ നമസ്കാരത്തിന് ശേഷം വൈദ്യുത ദീപാലങ്കാരം വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ സ്വിച്ച് ഓൺ ചെയ്തു. തിങ്കളാഴ്ച രാവിലെ 7-ന് പ്രഭാത പ്രാർത്ഥന, 8-ന് ഫാദർ NK ജേക്കബ് കോർ എപ്പിസ്കോപ്പ വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് മുഖ്യകാർമ്മികത്വം വഹിക്കും. തുടർന്ന് പ്രാർത്ഥനാ ഗോപുരത്തിന് തുടക്കമാകും. പകൽ 11-ന് പട്ടിമറ്റം സെന്റ് പോൾസ് മിഷൻ ഓഫ് ഇന്ത്യ രാവിലെ ധ്യാനം നയിക്കും. 6-ന് വൈകിട്ട് സന്ധ്യാനമസ്കാരം, ഗാനശുശ്രൂഷ, തുടർന്ന് 43ാമത് 8 നോമ്പ് സുവിശേഷ യോഗത്തിന് തുടക്കമാകും. ഫാദർ മാത്യൂസ് ഈരാളിൽ വചന സന്ദേശം നൽകും. തുടർന്നുള്ള ദിവസങ്ങളിൽ രാത്രി യോഗങ്ങളിൽ സിസ്റ്റർ എസ്തീന, ഫാദർ ബിനു വള്ളിപ്പാട്ട്, ഫാദർ ഏലിയാസ് അരീക്കൽ, ഫാദർ എൽദോസ് പൊളിഞ്ചോട്ടിൽ, നന്ദു ജോൺ എന്നിവർ പ്രസംഗിക്കും. 5-ാം തീയതി രാത്രി മുട്ടുകുത്തൽ വഴിപാട്, 7-ാം തീയതി രാവിലെ മാത്യൂസ് മോർ അന്തിമോസ് മെത്രോപൊലിത്ത വിശുദ്ധ കുർബാന, 11-ന് പരിശുദ്ധ യൂയാക്കിം മോർ കൂറിലോസ് ബാവ, പൗലോസ്തുതിയൻ ശ്രേഷ്ഠ കത്തോലിക്ക ബാവ, ദിവംഗതരായ ഇടവക വൈദികർ എന്നിവരുടെ അനുസ്മരണ സമ്മേളനവും നടക്കും. വൈകിട്ട് സന്ധ്യാനമസ്കാരത്തിനു ശേഷം അങ്ങാടി ചുറ്റിയുള്ള മലങ്കരയിലെ പ്രസിദ്ധവും ഭക്തിനിർഭരവുമായ 8 നോമ്പ് റാസ, ദൈവമാതാവിൻ്റെ വിശുദ്ധ സോനോറെ വണക്കം, അത്താഴ സദ്യ എന്നിവ നടക്കും. സെപ്റ്റംബർ 8-ന് തിങ്കളാഴ്ച രാവിലെ വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് ഡൽഹി ഭദ്രാസനാധിപൻ കുര്യാക്കോസ് മോർ യൗസേബിയോസ് മെത്രോപൊലിത്ത കാർമ്മികത്വം വഹിക്കും. പ്രദക്ഷിണം, നേർച്ച സദ്യ എന്നിവയോടെ പെരുന്നാൾ സമാപിക്കും. 8 നോമ്പാചരണത്തിന് വികാരി ഫാദർ ബിജു മുങ്ങംകുന്നേൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി, ഭക്തസംഘടനകൾ, കുടുംബ യൂണിറ്റുകൾ എന്നിവർ നേതൃത്വം നൽകും. തൃത്താലയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് അപകടം. സൗത്ത് തൃത്താല ബസ് സ്റ്റോപ്പിന് സമീപം ഞായറാഴ്ച വൈകിട്ടായിരുന്നു അപകടം. കൂറ്റനാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന 2 ഇരുചക്ര വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ബൈക്ക് യാത്രക്കാരൻ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഓണത്തോടനുബന്ധിച്ച് തൃത്താല മണ്ഡലത്തിലെ കാർഷിക കാർണിവലിന്റെ ഭാഗമായി നടന്ന വരാൽ മത്സ്യകൃഷി വിളവെടുപ്പ് മഹോത്സവമായ മീനോണം തദ്ദേശ എക്സൈസ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. തൃത്താല പഞ്ചായത്തിലെ മാട്ടായ TT ബീരാൻകുട്ടിയുടെ കൃഷിയിടത്തിൽ നടന്ന പരിപാടിയിൽ 65 കിലോ വരാൽ മത്സ്യം വിളവെടുത്തു. തൃത്താല പഞ്ചായത്ത് പ്രസിഡന്റ് PK ജയ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് KP ശ്രീനിവാസൻ, ഫിഷറീസ് വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ KS രാജി, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ മാരിയത്ത് കിബിത്തിയ, നവകേരളം ജില്ലാ കോർഡിനേറ്റർ P സൈദലവി,
ഫിഷറീസ് ഓഫീസർമാരായ ആർ ശ്രുതി, കാഷിഫ് മിൻഷാജ്, പ്രോജക്ട് കോർഡിനേറ്റർമാരായ അഗ്രികൾച്ചർ പ്രൊമോട്ടർമാർ, ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കുട്ടിക്കാട് സ്ഥലത്ത് നിന്ന് നമ്മൾ വിളവെടുപ്പ് നടത്തിയിരിക്കുകയാണ്. അപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ ഈ മത്സ്യം പിടിക്കുന്നത്. അതാദ്യത്തെ അനുഭവമാണ്. സുസ്ഥിര തൃത്താലയുടെ ഭാഗമായിട്ട് പച്ചക്കറികൾ, പഴം, അതുപോലെ പൂവ്, മത്സ്യം ഇത്രയും കൃഷി ചെയ്യുന്നത്. 162 ഏക്കറിലാണ് പച്ചക്കറിയും പൂവും കൃഷി ചെയ്യുന്നത്. അതിന്റെ വിളവെടുപ്പാണ് ഇന്ന് നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്ന് ഒരു ഉത്സവമായിട്ട് നടത്തിയത്. ഇനി ഇതെല്ലാം കൂടി ഇന്ന് നമ്മൾ പടിഞ്ഞാറങ്ങാടിയിൽ എത്തിക്കുകയാണ്. എല്ലാവരും വിളവെടുത്തത് പടിഞ്ഞാറങ്ങാടിയിൽ എത്തിക്കും. പടിഞ്ഞാറങ്ങാടിയിൽ ഇപ്പോൾ വൈകുന്നേരം നടക്കുന്ന പരിപാടിയിൽ സിനിമാ നടൻ VK ശ്രീരാമൻ പങ്കെടുക്കുന്നുണ്ട്. നാളെ ഇതിന്റെ ഔപചാരിക ഉദ്ഘാടനം നടക്കും. സംവിധായകൻ ലാൽ ജോസ്, അതുപോലെ മികച്ച ചലച്ചിത്ര നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ നമ്മുടെ നാട്ടുകാരി കൂടിയായ ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ കള്ളാടിപ്പറ്റയിൽ നവീകരിച്ച റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. 40 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരിച്ചത്. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ 4-ാം വാർഡിലാണ് തകർന്നു കിടന്നിരുന്ന കള്ളാടിപ്പറ്റ മമ്മിപ്പടി മുതൽ പാറ വരെയുള്ള റോഡ് ഇന്റർലോക്ക് ചെയ്ത് കട്ടവിരിച്ച് ഗതാഗത യോഗ്യമാക്കിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 40 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരണം പൂർത്തിയാക്കിയത്. നവീകരണം പൂർത്തിയാക്കിയ റോഡിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TP രജീഷ് നിർവഹിച്ചു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ കള്ളാടിപ്പറ്റ മുതൽ ഓങ്ങല്ലൂർ വരെയുള്ള പ്രദേശത്തെ റോഡ് കുറേ വർഷങ്ങളായി തകർന്നു കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു. ബഹുമാനപ്പെട്ട സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ CMLRP ഫണ്ടിൽ നിന്ന് ബഹുമാനപ്പെട്ട MLA ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ 40 ലക്ഷം രൂപ അനുവദിക്കുകയും അതിൻ്റെ ഭാഗമായി അതിമനോഹരമായി കള്ളാടിപ്പറ്റ മമ്മിപ്പടി മുതൽ പാറ വരെ 300 മീറ്റർ ദൂരം ഇന്റർലോക്ക് വിരിക്കുകയും ചെയ്തു. 4.5 മീറ്റർ വീതിയിൽ 300 മീറ്റർ ദൂരമാണ് ആദ്യഘട്ടം എന്നുള്ള രൂപത്തിൽ ഇന്റർലോക്ക് വർക്ക് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇനി കള്ളാടിപ്പറ്റ മമ്മിപ്പടി മുതൽ നമ്പാടം വരെയും 500 മീറ്ററോളം 2 സൈഡ് കോൺക്രീറ്റും അതിനുശേഷം ടാറിങ്ങും ഉണ്ടായിരിക്കുന്നതാണ്. അത് മഴ മാറിയതിന് ശേഷമായിരിക്കും ആ ഒരു പ്രവൃത്തികളൊക്കെ നടക്കാൻ പോകുന്നത്. ഏതായാലും സംസ്ഥാന ഗവൺമെൻറ്റിനും അതോടൊപ്പം പ്രിയപ്പെട്ട MLAയ്ക്കും ഈ 40 ലക്ഷം രൂപ അനുവദിക്കുന്നതിന് പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി കൂടി അറിയിക്കുകയാണ് ഈ അവസരത്തിൽ. 300 മീറ്റർ റോഡാണ് നവീകരിച്ചത്. ഓങ്ങല്ലൂർ ഭാഗത്തു നിന്നും ചെറുപ്പശ്ശേരി റോഡിലേക്കും വല്ലപ്പുഴയിലേക്കും എളുപ്പത്തിൽ എത്തിച്ചേരുവാൻ കഴിയുന്ന പാത കൂടിയാണ് നവീകരിച്ച് ഗതാഗത യോഗ്യമാക്കിയത്. ഉദ്ഘാടന ചടങ്ങിൽ സ്ഥിരസമിതി അധ്യക്ഷ പുഷ്പലത അധ്യക്ഷയായിരുന്നു. PM നാരായണ നമ്പൂതിരി, K ഗോവിന്ദൻകുട്ടി, N സുജീന്ദ്രൻ, E നസീർ, KM ഗംഗാധരൻ, നിസാർ പാറമേൽ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തളി വായനശാലയുടെ കീഴിലുള്ള വനിതാവേദിയുടെ നേതൃത്വത്തിൽ പ്രകൃതി രമണീയമായ തച്ചുകുന്നിൽ ഓണാഘോഷം നടത്തി. 25ഓളം വരുന്ന വനിതാവേദി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തിരുവാതിരക്കളി, തുമ്പിത്തുള്ളൽ, പൂക്കളമിടൽ തുടങ്ങി വിവിധ ഓണക്കളികളും നടത്തി. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.